കേരളത്തിലെ സർവകലാശാലകൾ ഞങ്ങൾ അനുവദിക്കത്തില്ല. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ സ്ത്രീ മരിച്ചതിൽ പ്രതിഷേധിച്ച് ബിജെപിയുടെ പ്രതിഷേധമാണ് തത്സമയം. जय बोलो भारत माता, जय बोलो भारत माता, जय बोलो बीजेपी, जय बोलो बीजेपी. പ്രതിഷേധം 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 ബിജെപിയുടെ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം കത്തട്ടങ്ങനെ കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ ജോർജ് കത്തട്ടെ ജോർജ് കത്തട്ടെ ആര്യമന്ത്രി കത്തട്ടെ ആര്യമന്ത്രി കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ ജോർജ് കത്തട്ടെ ജോർജ് കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ ആര്യമന്ത്രി കത്തട്ടെ ആര്യമന്ത്രി കത്തട്ടെ ജയ് 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 ഭാരത് മാതാ जय 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 भारत माता जय बोलो बीजेपी जय बोलो बीजेपी जय बोलो बीजेपी जय बोलो बीजेपी आर्यमंत्री कत्तट्टे आर्यमंत्री कत्तट्टे कत्तट्टंगने कत्तट्टे कत्तट्टंगने कत्तट्टे കോളേജിൽ കെട്ടിടം തകർന്നു വീണ സ്ത്രീ മരിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ നടക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് ബിജെപി മന്ത്രിയുടെ കോലം അടക്കം കത്തിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. രാവിലെയാണ് 11 മണിയോടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 11-14 വാർഡുകൾ ഉണ്ടായിരുന്ന കാലപ്പഴക്കം ചെന്ന കെട്ടിടം ഇടിഞ്ഞു വീണത്. കെട്ടിടം ഇടിഞ്ഞു വീണ സമയത്ത് ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞത് കെട്ടിടത്തിനുള്ളിൽ ആർക്കും പ്രവേശനമില്ല എന്നും കെട്ടിടത്തിനുള്ളിൽ ആളുകളില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതിനുശേഷമാണ് തൻ്റെ അമ്മ അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന പരാതിയുമായി മകൾ എത്തിയത്. അതിനുശേഷമാണ് ഒരു തെരച്ചിൽ നടത്തിയ 2.5 മണിക്കൂറോളം നടത്തിയ തെരച്ചിലാണ് ബിന്ദുവിൻ്റെ മൃതദേഹം പുറത്തെത്തിച്ചത്. അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ വ്യാപകമായി ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. മന്ത്രിയുടെ കോലമടക്കം കത്തിച്ചുകൊണ്ടാണ് ബിജെപി പ്രവർത്തകർ കോഴിക്കോട് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. നേരത്തെ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് KSUവിന്റെ അടക്കം പ്രവർത്തകരെല്ലാം തിരുവനന്തപുരത്ത് നിന്നും പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. മന്ത്രിയുടെ ഓഫീസിലേക്കടക്കം പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. KSUവിന്റെ നേതൃത്വത്തിൽ മന്ത്രിക്കെതിരെ വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തങ്ങളുടെ തീരുമാനമെന്നടക്കമുള്ള കാര്യങ്ങൾ KSU പ്രവർത്തകർ ഉന്നയിച്ചിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയ മുഖ്യമന്ത്രിക്ക് നേരെയും PN വാസവന് നേരെയും എല്ലാം കരിങ്കൊടി പ്രതിഷേധമടക്കം പ്രവർത്തകർ നടത്തിയിരുന്നു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണ് അപകടമുണ്ടായത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അഭിന ചേരുന്നു. അഭിന, മന്ത്രിയുടെ കോലമടക്കം കത്തിച്ചുകൊണ്ടാണ് BJP പ്രവർത്തകരുടെ പ്രതിഷേധം. നിലവിൽ KSUവിന്റെ അടക്കം പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും നേരത്തെ BJPയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലൊരു പ്രതിഷേധം തന്നെയാണ് മന്ത്രി വീണ ജോർജിനെതിരെ ഇപ്പോൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നടന്നത്. വീണ ജോർജിന്റെ കോലം കത്തിച്ചും പ്രതിഷേധക്കാർ വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുമാണ് ഇതിൽ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. ഒരു പാവം സ്ത്രീയെ കൊന്നൊടുക്കിയിരിക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. സർക്കാരിന്റെ അനാസ്ഥ തന്നെയാണ് ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ് പ്രതിഷേധക്കാർ പ്രധാനമായും പറയുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ വീണ ജോർജ് അപകടകാരിയായ ഒരു വൈറസ് ആണ് എന്നുള്ളതാണ് പ്രകാശ് ബാബു കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് BJP ജില്ലാ പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ്. ഇപ്പോൾ വീണ ജോർജിന്റെ കോലം കത്തിച്ചാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രധാനമായും പ്രതിഷേധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ്
ഇപ്പോൾ വീണ ജോർജിന്റെ കോലം കത്തിച്ചുകൊണ്ടാണ് പ്രതിഷേധക്കാർ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. വീണ ജോർജ് രാജിവെക്കണം എന്നൊരു ആവശ്യം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രധാനമായും പറയുന്ന ഒരു കാര്യം. ഹലോ മിസ്റ്റർ മന്ത്രിയെ, നൂതനമന്ത്രി വീണ ജോർജ് രാജിവെച്ച് ബോഡി പുറത്ത്, രാജിവെച്ച് ബോഡി പുറത്ത്. യൂത്ത് കോൺഗ്രസ് കത്തട്ടെങ്ങനെ കത്തട്ടെ, കത്തി തീരട്ടെ, വീണ ജോർജ് കത്തട്ടെ. ഇതുപോലൊരു നാറിയ ഭരണം, ഇതുപോലൊരു നാറിയ ഭരണം കേരള നാടി കണ്ടിട്ടില്ല. അയ്യയ്യേ ഇത് നാണക്കേട്, കത്തട്ടെങ്ങനെ കത്തട്ടെ, വീണ ജോർജ് കത്തട്ടെ, നൂതനമന്ത്രി കത്തട്ടെ, കത്തി തീരട്ടെ. കോഴിക്കോട് യൂത്ത് കോൺഗ്രസിന്റെ അടക്കം പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ പ്രഷർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ BJPയുടെ നേതൃത്വത്തിൽ വീണ ജോർജിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ കോലമടക്കം കത്തിച്ചുകൊണ്ടാണ് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചത്. മന്ത്രി രാജിവെക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് വൈകുന്നേരം മുതൽ പ്രതിഷേധങ്ങൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. KSU പ്രവർത്തകർ തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഓഫീസിന് നേരെ പ്രതിഷേധ പ്രകടനവുമായി എത്തിയിരുന്നു. ഇപ്പോൾ കോഴിക്കോട് നിന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. BJP പ്രവർത്തകർ മന്ത്രിയുടെ കോലമടക്കം കത്തിച്ചുകൊണ്ടാണ് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകാശ് ബാബു, BJP ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് BJP പ്രതിഷേധ പ്രകടനം നടത്തിയത്. മന്ത്രിയുടെ കോലമടക്കം കത്തിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. വീണ ജോർജ് അപകടകാരിയായ വൈറസാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് BJP പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ മന്ത്രിയുടെ കോലം കത്തിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. കോഴിക്കോട് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നും അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധ പ്രകടനങ്ങൾ കോലമടക്കം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത്. അലോലപ്പറമ്പ് സ്വദേശിനിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം തകർന്നു വീണ് ഉള്ള അപകടത്തിൽ മരിച്ചത്. 2.5 മണിക്കൂറിന് ശേഷമാണ് സ്ത്രീയുടെ മൃതദേഹം പുറത്തെത്തിക്കാൻ ആയത്. കെട്ടിടം ഉപയോഗശൂന്യമായിട്ടുള്ള കെട്ടിടമാണ് എന്ന ഉള്ള വാദത്തിന് അധികൃതരുടെയും മന്ത്രിമാരുടെയും അടക്കം വാദത്തിന് ശേഷമാണ് അതെല്ലാം ഈ ഒരു അന്വേഷണം അല്ലെങ്കിൽ തിരച്ചിൽ വൈകാൻ കാരണമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ മന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 11-14 വാർഡുകൾ ഉണ്ടായിരുന്ന കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ് ഇന്ന് രാവിലെയോടെ ഇടിഞ്ഞു വീണത്. ഉപയോഗശൂന്യമായ കെട്ടിടമാണ് എന്നാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും അടക്കമുണ്ടായിരുന്ന പ്രതികരണം. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അബിന പീച്ചിറക്കിൽ ചേരുന്നു. അബിന, BJPയുടെ പ്രതിഷേധം, BJP മന്ത്രിയുടെ കോലമടക്കം കത്തിച്ചുകൊണ്ട് പ്രതിഷേധിച്ചത് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്?
പ്രധാനമായും കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് ഷഹീനാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. അദ്ദേഹം പ്രധാനമായും പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. വീണ ജോർജ് രാജിവെക്കണം എന്നൊരാവശ്യം തന്നെയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും കോൺഗ്രസ് പ്രധാനമായും പറയുന്നത്. വീണ ജോർജും അതുപോലെ തന്നെ സർക്കാരും പാവപ്പെട്ട ജനങ്ങളെ കൊല ചെയ്യുകയാണ് എന്നുള്ള കാര്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു കാര്യം. ഇത് നേരത്തെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് പുതിയ സ്റ്റാൻഡിനോടടുത്തും സമാനമായ രീതിയിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷഹീൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ ആളുകളും ഇവിടെ എത്തി പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രിയുടെ രാജി തന്നെയാണ് പ്രധാനമായും ഇവർ ആവശ്യപ്പെടുന്ന കാര്യം. ദിത്തി, ഇപ്പോൾ പ്രതിഷേധ പ്രകടനം നടക്കുന്ന ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോയതിനു ശേഷം മടങ്ങിയെത്താം. ആരോഗ്യ മേഖല പൂർണ്ണമായിട്ടുള്ള പരാജയത്തിലേക്ക് കടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ഒരു വീട്ടമ്മയെ സംബന്ധിച്ച്, സാധാരണക്കാരനെ സംബന്ധിച്ച് അവിടെ ഏറ്റവും വലിയ അത്താണിയാണ് മെഡിക്കൽ കോളേജുകൾ എന്ന് പറയുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ ആ മെഡിക്കൽ കോളേജിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ കിട്ടുന്നില്ല, മരുന്ന് കിട്ടുന്നില്ല. ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ കേരളത്തിൽ ഡോക്ടർമാരടക്കം പുറത്തു വന്ന് പറയേണ്ട സാഹചര്യത്തിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് ഏറ്റവും ഒടുവിലായിക്കൊണ്ട് ഒരു വീട്ടമ്മയ്ക്ക് അതിദാരുണമായിക്കൊണ്ട് മെഡിക്കൽ കോളേജിലെ ചുമരുകൾ ഇടിഞ്ഞു വീഴുകൊണ്ട് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അവിടെ പോലും നോക്കുകുത്തിയായിക്കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് നിൽക്കുന്ന സാഹചര്യം. നിങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റിയിൽ 2 ദിവസം ഏറ്റവും അടുത്ത കാലത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു ബിൽഡിംഗിൽ 2 ദിവസം തുടർച്ചയായിട്ട് അവിടെ തീ പടർന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കോഴിക്കോട് ഉൾപ്പെടെയുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ മരുന്ന് ലഭ്യമാകാത്ത സാഹചര്യം, അവിടെ ഹോസ്പിറ്റലിൽ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നടത്താൻ കഴിയാത്ത സാഹചര്യം, പൂർണ്ണമായിട്ടും കേരളത്തിലെ ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്നാണ് കോൺഗ്രസിന് ഇവിടെ പറയാനുള്ളത്. അതിശക്തമായിട്ടുള്ള സമരം കേരളത്തിൽ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജിന് മുന്നിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സമരങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നടത്തുകയുണ്ടായി. താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് അടുത്ത 8-ാം തീയതി കോൺഗ്രസ് പാർട്ടിയുടെ സമരം നടന്നുകൊണ്ടിരിക്കുക. അതിന് കാരണം ഇവിടെ എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കേരളത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പോൾ നടന്നിട്ടുള്ള ഈ ഒരു അവസ്ഥ, ഈ ഒരു അവസ്ഥയിൽ നിന്ന് കേരളത്തിലെ ആരോഗ്യ വകുപ്പിന് ഒരു രീതിയിലും ഒഴിഞ്ഞു മാറാൻ കഴിയുന്നതല്ല. സ്ഥിരമായിട്ട് PR വർക്ക് നടത്തിക്കൊണ്ട് ഭരണ നേട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പാണെങ്കിലും പൊതുമരാമത്ത് വകുപ്പാണെങ്കിലും അവരുടെ പ്രവർത്തനവുമായിക്കൊണ്ട് ഇൻക്ലൂഡിംഗ് കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ PR വർക്കിന് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ഓരോ മാസവും കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാൻ കഴിയുന്ന സമയത്താണ് ആശുപത്രിയിൽ പാരസെറ്റാമോൾ പോലും ലഭ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെ ആശുപത്രികൾ മാറുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നേരത്തെ ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഈ കേരളത്തിലെ ആരോഗ്യ വകുപ്പിന്റെ മന്ത്രി ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാതെ യൂത്ത് കോൺഗ്രസ് സമരത്തിൽ നിന്ന് പിന്മാറില്ല. അതിശക്തമായി കൊണ്ടുള്ള സമര പരിപാടികളുമായിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്. കോഴിക്കോടും മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. മന്ത്രിയുടെ കോലമടക്കം കത്തിച്ചുകൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. കേരളത്തിലെ ആരോഗ്യ മേഖല തകരുകയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രിയുടെ കോലമടക്കം കത്തിച്ചുകൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. BJP ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് BJP പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചുകൊണ്ട് പ്രതിഷേധിച്ചത്. കോഴിക്കോടും തിരുവനന്തപുരത്തിന് പിന്നാലെ കോഴിക്കോടും മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ പ്രകടനങ്ങൾ അടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന ആവശ്യം. രാജ്ഭവനിലേക്കുള്ള